ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കായതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ഗുരുതര രോഗമുള്ള സാധാരണക്കാരൊക്കെ ആദ്യം എത്തുന്നത് ഈ ജില്ലാ ആശുപത്രിയിലേക്കാണ്. പക്ഷേ ഇത്ര അധികം രോഗികളെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി ജില്ലാ ആശുപത്രിയിലുണ്ടോ? നമുക്ക് പരിശോധിക്കാം. 3 കാർഡിയോളജി ഡോക്ടർമാരായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 3 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. നിലവിൽ ഒരു അസിസ്റ്റന്റ് സർജൻ മാത്രമേ കാർഡിയോളജി വിഭാഗത്തിലുള്ളൂ. പിന്നീട് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഒരു ഡോക്ടർ എത്തും, അതും ആഴ്ചയിൽ 3 ദിവസം മാത്രം. രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടുമ്പോഴും ഡോക്ടർമാരുടെ എണ്ണം ദിനംപ്രതി കുറയുന്നു. അതാണ് ആശുപത്രി നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഡോക്ടർമാരുടെ കുറവാണ് ഇതിന് പ്രധാന കാരണം ഒരു ഡോക്ടർക്ക് പരിശോധിക്കാൻ പറ്റാവുന്നതിലപ്പുറം രോഗികളെയാണ് പരിശോധിക്കാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഡേറ്റ് പോലും 6 മാസം കഴിഞ്ഞാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പല രോഗികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. 3 ഡോക്ടർമാർ ഉണ്ടായിരുന്നിടത്ത് 150 രോഗികളെ ഒരു ദിവസം പരിശോധിക്കാം. ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകളും നടത്താം. ഇപ്പോൾ സ്ഥിരമായി ഒരു ഡോക്ടർ മാത്രം. വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ആഴ്ചയിൽ 3 ദിവസം മറ്റൊരു ഡോക്ടറും എത്തും. എങ്കിലും വർദ്ധിച്ചു വരുന്ന രോഗികൾക്ക് മുന്നിൽ ആ ഡോക്ടർമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല. ഹൃദയരോഗ വിഭാഗത്തിൽ മാത്രം 200 ശസ്ത്രക്രിയകളാണ് ഇവിടെ ഒരു മാസം നടന്നിരുന്നത്. ഇപ്പോഴത് 50ലേക്ക് ചുരുങ്ങി. ഇപ്പോൾ ഒരു രോഗി ഹൃദയ സംബന്ധമായ അസുഖമായിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേണ്ട ചികിത്സകൾ ചെയ്യും, ഈ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് ചെയ്യും. അതിനുശേഷം ഈ ശസ്ത്രക്രിയ, ആൻജിയോഗ്രാം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ഡേറ്റ് നൽകി തിരിച്ചുവിടും. പിന്നീട് ആയുസിന് ബലമുണ്ടെങ്കിൽ ആ രോഗി തിരിച്ചിവിടേക്ക് എത്തി ഈ പരിശോധനകളും ശസ്ത്രക്രിയകളും നടത്തും. മൽഗോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.